സാറിന് എന്താണ് ഒരു ഇഞ്ചി തിന്ന ഭാവം? സാറ് ഈയിടെ കുറെ ഇഞ്ചി തിന്ന് കൂട്ടുന്നുണ്ട്. മൂപ്പർക്ക് മിടുക്ക് പോരല്ലേ? എന്താ? അല്ലേ, സൗന്ദര്യമുണ്ട്, പണമുണ്ട്, വാഹനമുണ്ട്, മാന്യതയുണ്ട്. അന്യനാട്ടില് സുന്ദര ഒരു വീടുണ്ട്. ആ വീട്ടില് ആവശ്യമുള്ളത് മാത്രം കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഒരു നാണനായരുണ്ട്. പിന്നെ എന്തിനും മിടുക്കുള്ള ഒരു ഡ്രൈവറുണ്ട്. എന്നിട്ടും ആ ടീച്ചറില്ലാതെ മറ്റൊരെണ്ണം ഇവിടെ കയറി വരുന്നില്ലല്ലോ ഗോപാലകൃഷ്ണൻ. കേറിയിട്ട് തനിക്ക് എന്താ ഗുണം? എനിക്കൊരു ഗുണമുണ്ടായിട്ടല്ല, എങ്കിലും നമുക്കൊരു സന്തോഷല്ലേ ഗോപാലകൃഷ്ണൻ. അത് ഓരോരുത്തർക്കും ഓരോ രീതിയിലാണല്ലോ. ചിലർക്കൊന്ന് കാണുന്നതിൽ സന്തോഷം, ചിലർക്കൊന്ന് കേട്ടാ മതി, ചിലർക്കൊന്ന് തൊട്ടാ മതി. ഈ സ്പർശന സുഖം. സാറിന് ഈ കാര്യങ്ങളില് 100-ല് 100 മാർക്കാ. ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങളിൽ സാറിന് ഞങ്ങൾക്ക് കുറ്റക്കുറവുണ്ട്. അല്ല, ഈ വക സൗകര്യങ്ങളൊക്കെ നമുക്ക് കിട്ടണം. ഇവിടെ എന്തായിരിക്കും സ്ഥിതി? കൃഷ്ണകൃഷ്ണ, ഗോപാലകൃഷ്ണ. അല്ല, ഗുരുവായൂരപ്പനെ വിളിച്ചതാ. അത് ശരി. കണ്ണാടി ഊരി വെക്കണോ ഗോപാലകൃഷ്ണ? താനിൽ തുടച്ചോണ്ട് വന്നേ. അങ്കിളുണ്ടോ ഇവിടെ? സാറ് കിടക്കുകയാണ്, നല്ല തലവേദന. വിളിക്കണോ? ഏയ് വേണ്ട, ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. പോട്ടെ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? അവിടുത്തെ പോലെ ഇവിടെയും സുഖം. ചേട്ടന്റെ ചിരി കാണാൻ നല്ല രസമാണ്. ആണോ? ഒരു ചെറിയ പല്ലുവേദന. ഇല്ലെങ്കിൽ ഇതിലും നന്നായിട്ട് ചിരിക്കാമായിരുന്നു. ഒരു ദിവസം ഞാൻ ക്യാമറയും കൊണ്ട് വന്ന് ചേട്ടന്റെ ഒരു ഫോട്ടോ എടുത്തോട്ടെ? എന്തിനാ? ഈ ചിരി എനിക്ക് എപ്പോഴും കാണാനാ. അതെ, സ്റ്റുഡിയോയിലെടുത്ത ഫോട്ടോ മതി, ഞാനിപ്പോ തരാം. ഞാൻ പിന്നെ വന്ന് വാങ്ങിച്ചോളാം. മോനെ ഗോപാലകൃഷ്ണ, കൊടുക്കുമ്പോ നമ്മൾ രണ്ടാളും കൂടി നിൽക്കുന്ന ഒരു ഫോട്ടോ എടുത്ത് കൊടുക്കായിരുന്നു. പോക്കറ്റാൻ പറഞ്ഞാലുണ്ടല്ലോ, അവൾ ആരാണോ വിചാരിച്ചേ? എനിക്കറിയില്ല. എന്നാ മനസ്സിലായിക്കോ, എന്റെ സ്വന്തം ആളാ. വരട്ടെ. ബൈ ഡാഡി. ബൈ മമ്മി. ബൈ. ബൈ. ബൈ മോളെ. ജയുടെ അച്ഛനമ്മയിലടാ പോന്നെ? അവരാദ്യമായിട്ട് കാണുക അല്ലല്ലോ. ചിലപ്പോൾ അവള് വീട്ടിൽ ഒറ്റയ്ക്കായിരിക്കും അല്ലേ? വീട്ടിൽ വേറെ പലരും കാണും. പലരെന്ന് വെച്ചാ ഒരു വേലക്കാരി, അയാളുടെ മകൻ ബോർഡിങ്ങില്ല. പിന്നെ ആരാ ഉള്ളത്? വേറെ പലരും കാണില്ലേ? ഉണ്ടാവുന്നെങ്കിൽ ഉണ്ടാകട്ടെ, നമുക്ക് അവിടെ വരെ പോകുന്നതിൽ എന്താ കുഴപ്പം? അവളെനിക്ക് നല്ല റോസിന്റെ തണ്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തിന്റെ? റോസിന്റെ. അയൽവക്കാരെ എന്താ മോശമാ? ഞാൻ പറഞ്ഞേക്കാം. എടാ, ഒരു റോസിന്റെ കമ്പ് വാങ്ങിക്കാൻ പോകുന്ന അയൽവക്കാർക്ക് എന്താടാ? നിനക്ക് എന്ത് പറ്റി? എനിക്ക് ബി ചെയർഫുൾ മാൻ. നീ ഇവിടെ തന്നെ ഇരുന്നോളണം. ആരെങ്കിലും വരികയോ എന്തെങ്കിലും അപകട സൂചന കിട്ടുകയോ ചെയ്താൽ നീ നീട്ടി 2 ഹോൺ അടിച്ചേക്കണം. അതൊന്നും ചിലപ്പോ പറ്റിയെന്ന് വരില്ല. ഒന്ന് സഹകരിക്കടാ. നിനക്ക് എന്നൊരു കൂളിംഗ് ഗ്ലാസ് വാങ്ങിച്ചരാം. തരാന്ന് പറയുന്നല്ല, തരുന്നത് കാണുന്നില്ല. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടാ കോവാല. ഹോൺ വർക്ക് ചെയ്യണ്ടോന്ന് നോക്കിയതാ. പേടിപ്പിച്ചു കളഞ്ഞോ. Hi uncle, what a surprise. Please come in. എന്താടാ? എന്റെ കൈയറിയാതെ കൊണ്ടതാ, നോക്കി നിന്നപ്പോഴ്. ഓ, ഇവനെപ്പോലൊരു മരക്കഴുത. വേണ്ട വേണ്ട, അങ്കിൾ ഒന്നും പറയണ്ട. നെക്ലസ് തരാമെന്ന് പറഞ്ഞ് അങ്കിൾ എന്നെ പറ്റിക്കല്ലേ? അയ്യോ, സത്യമായിട്ടും അല്ല, ഞാൻ ഓർഡർ കൊടുത്തിരിക്കുക. നല്ല മരതക്കല് കിട്ടാനില്ല, ഞാൻ ഒരാളോട് പറഞ്ഞിട്ടുണ്ട്. അങ്കിൾ നോണ പറയാ.
തരാന്ന് പറഞ്ഞ് മോഹിപ്പിക്കുകയുള്ളൂ. അല്ല, ജയ എന്ത് ചോദിച്ചാലും ഞാൻ തരും. ഇപ്പൊ എന്ത് വേണം? അങ്കിളിന് ഇഷ്ടമുള്ളത്. ആ കൈയൊന്ന് നീട്ടിക്കേ. എന്തിനാ? നീട്ട്. ഉം. കൈ വിടൂ അങ്കിൾ, വിടൂ അങ്കിൾ, ഇങ്ങോട്ടിരിക്കുന്നേ. പ്ലീസ് വിടൂ അങ്കിൾ. ഇങ്ങോട്ടിരിക്ക്. ഇനിയും ജയ എന്ത് ചോദിച്ചാലും ഞാൻ തരും. പകരം നീ എനിക്കെന്ത് തരും? അങ്കിളിന്റെ കവിളത്ത്. കവളത്ത്? കവളത്ത്? പറയൂ. കവളത്ത്? ഒറ്റ അടി തരും. ശരീരത്തെ തൊട്ടുള്ള സ്നേഹം വേണ്ട. ഞാൻ വരട്ടെ. അയ്യോ അങ്കിൾ ഒന്നും കഴിച്ചില്ലല്ലോ. ഒരു ഗ്ലാസ് ഓറഞ്ച് ജ്യൂസ് എടുക്കട്ടെ? നോ താങ്ക്സ്. വല്ലതും സംഭവിച്ചോ? സംഭവിക്കാനുള്ളതെല്ലാം സംഭവിച്ചു. എല്ലാം. അപ്പൊ ഇതാണ് എപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതല്ലേ? രേവതി കൊണ്ടുപോയപ്പോഴും സാർ ഓടിക്കുന്നില്ലേ? ഞാൻ ഇന്ന് ആകെപ്പാട് ഒരു റൊമാൻറ്റിക് മൂഡിലാണ്. നീ ഓടിച്ചോടാ കൊള്ളാ. എന്താടാ പുച്ഛിച്ചൊരു ചിരി? അല്ല, റൊമാൻസിന് ഇങ്ങനെയും ചില മുഖങ്ങളുണ്ടെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. യുവർ ഗുഡ് നെയിം പ്ലീസ്. പേരെന്താ? ജലജ. എന്ന് വെച്ചാ താമര, ലോട്ടസ്. നല്ല പേര്. ഒറ്റയ്ക്കാണോ? പറ, തനിച്ചുള്ളോ? തനിച്ചുള്ളൂ? കൂടെ ആരെങ്കിലും ഉണ്ടോ? ഓ, അങ്കിളിന്റെ പുള്ളിയാണല്ലേ.